ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സംയുക്തമായി വികസിപ്പിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ നിസാർ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച വിവരങ്ങൾ കൈമാറുകയാണ് നിസാറിന്റെ പ്രധാനപ്പെട്ട ദൌത്യം. ദൃശ്യങ്ങളിലേക്ക്. जी हाँ, अभी आपने सुना, रेंज ऑपरेशन निदेशक ने इसकी पुष्टि की है. प्रथम चरण को सफलता से पृथक किया जा चुका है. द्वितीय चरण का प्रज्वलन शुरू हो चुका है. Marking closed loop guidance initiated. The flight. The GS1 has undergone a hot separation and GS2 commenced its operation and thrusting nominally. The payload fairing has also been separated and closed loop guidance has been initiated. जी हाँ, इस दौरान सेकंड स्टेज परफॉर्मेंस नॉर्मल. वातावरण से बाहर जा चुका है, इसलिए पेलोड फेयरिंग या ऊष्मा कवच की आवश्यकता नहीं. 2 1 0. All L40 engines generating nominal thrust. S139 motor ignited. That's a magnificent of the GSLV F-16 NISAR mission. The deafening roar of GSLV and beautiful silhouette brightening the Sriharikota sky. जी हाँ, अभी आपने देखा चारों L40 तथा कोर बूस्टर S139 का सफल प्रज्वलन और GSLV F-16 का उत्थापन द्वितीय प्रमोचन मंच से, और ये अपने गंतव्य की ओर बढ़ता हुआ. हम यहाँ कंपन महसूस कर पा रहे हैं मिशन नियंत्रण केंद्र पर. The first stage of GSLV with S139 solid core motor and 4 L40 liquid strap-ons thrusting together. 7,800 kilonewton cumulative thrust. First stage performance normal. അഖില ജി മോഹൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖില, വിക്ഷേപണം വിജയകരമാണോ? ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് ദൌത്യം എത്തി നിൽക്കുന്നത്? അനീഷ, ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാറിന്റെ വിക്ഷേപണമാണ് അല്പസമയത്തിന് മുൻപ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. നാസയെയും ISROയെയും സംബന്ധിച്ച് അവരുടെ ഇതുവരെയുള്ള വിജയങ്ങളുടെ കൂടെ ഒരു പൊൻതൂവൽ കൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് സതീഷ് ധവാൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ISROയുടെ GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തിയത്. 743 കിലോമീറ്റർ അകലെയുള്ള സൗര സ്ഥിര ഭ്രമണപഥത്തിലൂടെയാണ് നിസാർ ഭൂമിയെ ചുറ്റുക. 2400 കിലോഗ്രാം ഭാരമുള്ള നിസാർ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ ചെലവ് ഏകദേശം 13,000 കോടി രൂപയിലധികമാണ്. ISRO ഇതുവരെ വിക്ഷേപിച്ചതിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഉപഗ്രഹം കൂടിയാണ് നിസാർ എന്ന പ്രത്യേകതയുമുണ്ട്. ISROയുടെ S-ബാൻഡ് റഡാറും നാസയുടെ L-ബാൻഡ് റഡാറും ഉൾപ്പെടെ 2 SAR റഡാറുകളുള്ള ലോകത്തിലെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം കൂടിയാണ് നിസാർ എന്ന പ്രത്യേകതയുമുണ്ട്. പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഓരോ ഇഞ്ചും അതിസൂക്ഷ്മമായി പകർത്താൻ നിസാറിന് ആകും. ഭൗമ ഉപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് നിസാറിന്റെ പ്രധാന ദൌത്യം. അനീഷ, എന്തായാലും ഇന്ത്യയുടെയും ഒപ്പം തന്നെ അമേരിക്കയുടെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നിസാർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചിരിക്കുന്നു. വിക്ഷേപണം വിജയകരമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ISROയുടെ GSLV F-16 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം പൂർത്തിയാക്കിയത്. 743 കിലോമീറ്റർ അകലെയുള്ള സൗരസ്ഥിര ഭ്രമണപഥത്തിലൂടെയാണ് നിസാർ ഭൂമിയെ ചുറ്റുക. ഏതായാലും ISROയെ സംബന്ധിച്ചിടത്തോളം, നാസയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പൊൻതൂവൽ എന്ന് അഖില വിശേഷിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇതിനെ കാണാം. 13,000 കോടി രൂപയാണ് ഈ വിക്ഷേപണത്തിനായി ചെലവായിരിക്കുന്നത്. 2,400 കിലോഗ്രാം ആണ് നിസാറിന്റെ ഭാരം എന്ന് പറയുന്നത്. അഖില, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ഈ ദൌത്യത്തിന്റെ ലക്ഷ്യത്തെ കൂടി ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ഭൂമിയുടെ ഭൗമ ഉപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി റെക്കോർഡ് ചെയ്ത് അതിൽ നിന്നുള്ള വിവരങ്ങൾ കൈമാറുക എന്നതാണ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഓരോ ഇഞ്ചും അണുവിട തെറ്റാതെ നമുക്ക് വിവരങ്ങൾ കൈമാറുകയാണ് ഈ ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അനീഷ്. 3 2 1 0. All L40 engines generating nominal thrust. S139 motor ignited.
That's a Speed tracking. magnificent of the GSLV Lift F-16 off normal. NISAR mission. The deafening roar of അഖില, ഈ GSLV ദൗത്യം ഭൂമിയുടെ ഉപരിതലം വിട്ട് കഴിഞ്ഞോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ISROയും നാസയും സംയുക്തമായി സംഘടിപ്പിച്ച ഈ ഒരു ദൗത്യം വിജയകരമായി എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ISROയുടെ GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം പൂർത്തീകരിച്ചത്. 740 കിലോമീറ്റർ അകലെയുള്ള സൗരസ്ഥിര ഭ്രമണപഥത്തിലൂടെയാവും നിസാർ ഭൂമിയെ ചുറ്റുക. तृतीय चरण की यात्रा All लगभग L40 engines 850 generating nominal सेकंड तक thrust. जारी रहेगी। S139 motor इस दौरान ignited. आपको उपग्रह के बारे में कुछ जानकारियां उपलब्ध कराएंगे। Speed tracking. नासा इसरो सिंथेटिक Cryospace कैपेसिटर रडार, performance normal. जिसे संक्षिप्त में नाइसार कहते हैं, वैज्ञानिकों को प्राकृतिक खतरों और विनाशकारी घटनाओं जैसे भूकंप, ज्वालामुखी विस्फोट और भूस्खलन जैसी प्राकृतिक घटनाओं को बेहतर ढंग से समझने के लिए मदद करेगा। उपग्रह की बादलों को भेदने की क्षमता के कारण यह तूफान और बाढ़ जैसी मौसमी आपदाओं के दौरान त्वरित व सटीक जानकारी उपलब्ध कराने में सक्षम होगा, जिससे तत्काल प्रतिक्रिया समुदायों को मदद मिलेगी। यह बर्फ की चादर, ग्लेशियर और समुद्री बर्फ में परिवर्तन जैसे प्रमुख